കൊച്ചി പറവൂരിലെ ഭക്ഷ്യവിഷബാധയിൽ നടപടി. മജ്ലിസ് ഹോട്ടൽ ഉടമകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ആരോഗ്യവകുപ്പ്. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ്. ഭക്ഷ്യവിഷബാധ ആവർത്തിക്കുന്നതിന് കാരണം വകുപ്പുകളുടെ നിഷ്ക്രിയത്വമെന്ന് വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് നികുതി വർധനയ്ക്ക് സാധ്യത. ബജറ്റിൽ നികുതി വർധന എന്ന സൂചന നൽകി ധനമന്ത്രി. പഴയ നികുതി നിരക്കുകൾ കാലോചിതമായി വർദ്ധിപ്പിക്കണം. നികുതിദായകർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമെന്നും കെ.എൻ. ബാലഗോപാൽ. എസ്.എൻ. ട്രസ്റ്റ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. ബൈലോ ഭേദഗതിക്ക് ഹൈക്കോടതിയുടെ അനുമതി. വഞ്ചന കേസുകളിൽ ഉൾപ്പെട്ടവർ ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ഉത്തരവ് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട അംഗത്തെ ട്രസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന ഹർജിയിൽ പൊതുവായ വിധി മാത്രമെന്ന് വെള്ളാപ്പള്ളി. ശശി തരൂരിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. തരൂർ ആനമണ്ടനെന്ന് പരിഹാസം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് ശരിയായില്ല. തരൂർ പിന്നോക്ക വിരോധിയെന്നും വെള്ളാപ്പള്ളി. പെരിന്തൽമണ്ണയിലെ ബാലറ്റ് പെട്ടികൾ കാണാതായ സംഭവം അതീവ ഗുരുതരമെന്ന് ഹൈക്കോടതി. ബാലറ്റുകൾ ഉദ്യോഗസ്ഥർക്ക് തിരികെ നൽകാനാകില്ലെന്ന് കോടതി. ബാലറ്റ് പെട്ടി ഹൈക്കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. 4 ഉദ്യോഗസ്ഥർക്ക് കലക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. കണ്ണൂർ അർബൻ നിധി തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ഇ.ഡി. തീവ്രവാദ സംഘങ്ങൾ പണം ഉപയോഗിച്ചതായി സൂചന. ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് 17 കോടി മാറ്റിയതായി കണ്ടെത്തൽ.